ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലൈങ് ഫ്രിക്കീസ്. ഇറ്റ്സ് മി കിരൺ. ഇറ്റ്സ് മി രേഷ്മ. സോ നമ്മ ഇന്നുള്ളത് ഹെയർ ലേഡി എന്നുള്ള ഒരു ഷോപ്പിലാണ്. നമ്മുടെ വൈറ്റ്ലയില് ഫ്ലൈ ഓവറിന്റെ ഒക്കെ അടുത്തായിട്ട്. ഓക്കെ, ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ മോഡേൺ ഡ്രസ് ആണ് ലേഡീസിന് വേണ്ടി. കൊറിയൻ ഡ്രസ്സും അത് നീ തന്നെ പറഞ്ഞു. അതെ, എനിക്ക് കൊറിയനെ അറിയത്തുള്ളൂ, അതിനെ കുറിച്ച് വേറെ കൂടുതലായിട്ട് അറിയത്തില്ല. നമുക്ക് വീഡിയോയിൽ കണ്ടുവെക്കാം എങ്ങനെയാന്നുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഹെയർ ഡേ എന്നുള്ളൊരു ഷോപ്പാണ്. ആക്ച്വലി ഇത് വരുന്നത് വൈറ്റില ഓവർ ബ്രിഡ്ജ് അവിടുന്ന് അതിൻ്റെ താഴെയാണ് ആക്ച്വലി ഈ ഷോപ്പ് വരുന്നത്. സോ നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റീച്ച് ആവുന്നതായിരിക്കുള്ളൂ. ആക്ച്വലി ഇത് വരുന്നത് വെസ്റ്റേൺ കൊറിയൻ, വെസ്റ്റേണും കൊറിയനൊക്കെ കൂടി മിക്സപ്പ് ആണ് വരുന്നത്. കൂടുതലും നമുക്ക് പാർട്ടി വെയർസ് വരുന്നുണ്ട്, പിന്നെ കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാം. ഇതൊക്കെ കൊറിയൻ സ്കേർട്സ് ഒക്കെയാണ്, നല്ല മെറ്റീരിയൽ വരുന്നു. സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒക്കെ സ്കേർട്സിന്റെ ഒക്കെ 400+ അങ്ങനെയൊക്കെയാണ് റേഞ്ച് വരുന്നത്. ഈവൻ ക്രോപ്പ് ടോപ്സിന്റെ ഒക്കെ ആണെങ്കിലും റേഞ്ച് ഒക്കെ ഒരു നോർമൽ ലെവലിലാണ് പോകുന്നത്. ആക്ച്വലി ഇത് അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ. അഫോർഡബിൾ പ്രൈസ് ആണെങ്കിലും സ്റ്റൈലിന് ഒരു കുറവുമില്ല. നല്ലൊരു അടിപൊളി സ്റ്റൈലായാലും ക്വാളിറ്റിക്കായാലും ഒരു കോംപ്രമൈസും ഇല്ല, നല്ല അടിപൊളിയാണ്. സോ ഇതൊക്കെ വരുന്നത് ഫ്രോക്ക് സെക്ഷൻ ആണ്. അപ്പോൾ ഇത് ആക്ച്വലി ഇതെല്ലാം കൂടെ ഒരു കമ്പൈൻഡ് ആയിട്ടാണ് നിന്നേക്കുന്നത്. അത് കാരണം നമുക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ബട്ട് ഞങ്ങൾ കൂടുതലും ഹെൽപ്പ് ചെയ്യാം. ആക്ച്വലി ഇത് വരുന്നത് നമ്മുടെ ഷർട്ട് ടോപ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെയാണ് വരുന്നത്. നമുക്ക് എല്ലാ ഫ്രീ സൈസും നമുക്ക് അവൈലബിൾ ആണ്, എല്ലാ സൈസും അവൈലബിൾ ആണ്. എല്ലാ സൈസും അവൈലബിൾ ആണ് അവിടെ. സോ ഇത് വരുന്നത് ജീൻസ് ടൈപ്പ്, ജീൻസ് ബാഗി ജീൻസ് അങ്ങനത്തെ കുറെ ഐറ്റംസ്. എനിക്ക് കുറെ ഒന്നും പേര് പറയാൻ അറിഞ്ഞൂടാ, അതാണ് ഞാൻ പറയത്തെ. ഇതൊക്കെ പാർട്ടി വെയറിന്റെ ഗൗൺ മോഡൽ എന്ന് പറയാം. അതെ, പിന്നെ ഇവിടെ ടോപ്സ് പിന്നെ കുർത്തീസും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെയാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആക്സസറീസിൽ നമുക്ക് ഇവർക്ക് ബെൽറ്റ് അവൈലബിൾ ആണ്, ബാഗുകൾ അവൈലബിൾ ആണ്. സോ അങ്ങനത്തെ ബാഗ് നമുക്ക് പിന്നീട് കാണിക്കാം. ഇതിപ്പോ ബെൽറ്റ് ആണ് ഇപ്പൊ കാണിക്കുന്നത്. ഇത് ടോപ്സ് ആണ്, പല ടോപ്സും നമുക്ക് ഇവിടെ. ഇത് വന്നിട്ട് കുർത്തീസിന്റെ ഞാൻ അത് ഇത് തുറക്കുന്നില്ല, ബിക്കോസ് അതിൽ നല്ല രീതിയിൽ മടക്കി വെച്ചിരിക്കുന്നു. അപ്പം എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണ് ഞാൻ എടുക്കാത്തത്. ഇത് വന്നിട്ട് നമ്മുടെ കോട്ട് സെറ്റ് ആണ്. ഞാനപ്പം രണ്ട് രീതിയിൽ കമ്പയർ ചെയ്യാന്നുള്ള രീതിയിലാണ് അവർ വെച്ചിരിക്കുന്നത്. ഒന്നൊരു ക്രോപ്പ് ടോപ്പ് മോഡലിലും ഒന്ന് ലോങ് ഒരു ഷർട്ടിന്റെ ഒരു മോഡലും ആണ് വെച്ചിരുന്നത്. നെറ്റിന്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയാം. എനിക്ക് ആക്ച്വലായിട്ട് മെറ്റീരിയലിന്റെ പേര് പറയാറുണ്ടൂടാ, ഞാൻ എന്റെ രീതിയിൽ പറഞ്ഞ കേട്ടോ. ഇതാണ് ക്രോപ്പ് ടോപ്പ് മോഡൽ, അങ്ങനത്തെ മോഡലായിട്ട് വരുന്നത്. സോ വേറെ ടോപ്സും അവൈലബിൾ ആയിരുന്നു, നല്ല ലെങ്തി ആയിട്ടുള്ള ടോപ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. ഇതൊക്കെ വന്നിട്ട് ഈ കോട്ട് സെറ്റിന്റെ ഒക്കെയാണ്. അത് പല പല ടൈപ്പ് ഉണ്ട്, പല കളേഴ്സിലും ഒക്കെ ഇടാന്നുള്ള രീതിയിലാണ്. പല കളേഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഇത് ഈ സെറ്റ് വരുന്നത് അല്ലേ? അതെ, ഇത് ലോങ് ടോപ്പ് ആണ് കാണിക്കുന്നത്. ഇത് നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഷോർട്സിന്റെ വെറൈറ്റി കളക്ഷൻസ് ആണ് ആക്ച്വലി വരുന്നത്. ഇതൊക്കെ മറ്റേ കൊറിയൻ പാറ്റേൺ. അതെ, ഇത് ചൂട് സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയലും ഉണ്ട്, അല്ലാതെ ഉണ്ട്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പോകുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. ഇപ്പം എസ്പെഷ്യലി കോളേജ് ഗോയിങ് ഗേൾസും എല്ലാവരും യൂസ് ചെയ്യും, അല്ലാത്തവരും യൂസ് ചെയ്യും. മെയിൻലി അവരാണല്ലോ ഇപ്പം ഹൈലൈറ്റ് ചെയ്തതൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ടൊരു അടിപൊളി മെറ്റീരിയൽ ആയിരുന്നു. ഇതും ഷർട്ട് മോഡലിൽ തന്നെയാണ്. എല്ലാ ടൈപ്പ് സൈസും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട്. ഞാൻ ആ സൈസ് ഒക്കെ ആയിരുന്നു അതിനകത്ത് ചെക്ക് ചെയ്യുന്നത്, ബിക്കോസ് അത് വന്നിട്ട് ചൈനീസിലായിരുന്നു എഴുതിയതുകൊണ്ട് എനിക്ക് സൈസ് അറിയാൻ പറ്റുന്നില്ലായിരുന്നു. മെറ്റീരിയൽ ഒരു സിൽക്കി മെറ്റീരിയൽ ടൈപ്പ് ഒക്കെയാണ്, ജസ്റ്റ് ഒരു വ്രിങ്കിൾസ് അങ്ങനത്തെ ടൈപ്പ് തളർന്നൊടിഞ്ഞ ടൈപ്പ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. ഇത് കുറച്ച് കട്ടിയുള്ളതാണ് കേട്ടോ, നല്ല ഒരു ബൈക്കിനൊക്കെ പോകാൻ പറ്റിയ മോഡൽ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒരു അടിപൊളി ക്രോപ്പ് ടോപ്പ് അല്ലേ അവൈലബിൾ. ഇതൊക്കെ കൊറിയൻ സ്റ്റൈലിലുള്ളതാണ്. ഇതെല്ലാം ഇമ്പോർട്ടഡും കൂടിയാണ്. ഇന്ത്യൻ മെയ്ഡും ഉണ്ട്, ഇമ്പോർട്ടഡും ഉണ്ട്, രണ്ടും മിക്സപ്പ് ആണ്. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ വരുന്നത് സ്കേർട്ട് ആണ്, ജീൻസ് ടു സ്കേർട്സ് ഒക്കെയാണ് വരുന്നത്. ഡെനിമിന്റെ സ്കേർട്സ്
പല പല കളേഴ്സ് അവൈലബിൾ ഉണ്ടായിരുന്നു. അതും ഷോർട്ടും ഉണ്ടായിരുന്നു, ലോങ് ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ നമുക്കിപ്പം ഷോർട്ട് ആക്കണമെങ്കിൽ അവര് ടൈലറിങ് അവൈലബിൾ ആണ്, അത് ഷോർട്ട് ആക്കി തരും. ഫ്രോക്കിനൊക്കെ ഇപ്പൊ ലെങ്ത് ഒക്കെ കൂടുതലാണെങ്കിലൊക്കെ അവിടെ തന്നെ ഓൾട്ടറേഷൻ എല്ലാം അവൈലബിൾ ആണ്. അതും പെട്ടെന്ന് തന്നെ അന്ന് തന്നെ കിട്ടും. എമർജൻസി ഒക്കെ ആണെങ്കിൽ അന്ന് തന്നെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ആണെങ്കിലും നമുക്ക് അത് സെറ്റ് ചെയ്ത് അവർ തന്നിരിക്കും. പല പാറ്റേണിലാണ് ഇവിടുത്തെ ജീൻസ് സ്കേർട്സ് ഒക്കെ പോകുന്നത്. ഇതൊരു ടൈപ്പ് ഫ്രോക്ക് ആണ് ആക്ച്വലി. ഇത് ആക്ച്വലി ഒരു എന്താ പറയാ, ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ഇത് ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം, അല്ലാതെ കാഷ്വൽ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഫ്രോക്ക് ആണ്. നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ടുള്ളതാണ് ഇത്. പിന്നെ ഒരു ലോങ് ടൈപ്പ് ഫ്രോക്സ് ആണ് ഇപ്പൊ കാണിക്കുന്നത്. ഞാനിവിടെ ഒരു ജസ്റ്റ് 2-3 ട്രൈ ചെയ്ത് നോക്കി. നേരത്തെ കാണിച്ചതിന്റെ ഒരു ക്ലോസ് വ്യൂ ആണ് കാണുന്നത്. നല്ലൊരു ഭംഗിയുള്ളതുകൊണ്ടാണ് കൂടുതലും ഞാൻ അത് ഫോക്കസ് ചെയ്തത്. അത് പല പാറ്റേണിലുണ്ട്, അത് പല ഡിസൈനിലുണ്ടത്. പിന്നെ വേറൊരു ടൈപ്പ് വൈറ്റ് തന്നെ നല്ലൊരു അടിപൊളി കളക്ഷൻ, നല്ലൊരു ഫ്രോക്ക് ആയിരുന്നു വരുന്നത്. ഇതെല്ലാം പാർട്ടി വെയർ. ഒരു മാരേജും എല്ലാം ഉണ്ടെങ്കിൽ, ഒക്കേഷൻ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. സോ ഇതും വേറൊരു വെറൈറ്റി ആണ്. കൂടുതലും ഫ്രോക്സ് ആണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തത് ആക്ച്വലി, നല്ല ഭംഗിയുള്ളതുകൊണ്ട്. ഇതൊരു വെറൈറ്റി ഒരു ഇതായിരുന്നു, ഒരു ഓവർകോട്ടൊക്കെ ഉള്ള ഒരു വൈറ്റ് ഫ്രോക്കാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് വന്നിട്ട് ലോങ് സ്കേർട്ട് ആണ്, മറ്റേ ഷിഫോൺ പോലത്തെ. ആക്ച്വലി അതിന്റെ മെറ്റീരിയൽ പേര് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ട്. ഇതും ലോങ്ങും ഷോർട്ടും അവൈലബിൾ ആയിരുന്നു. ഇത് ഇവൻ നമുക്ക് ഓഫീസുകളിലൊക്കെ യൂസ് ചെയ്യാം, കോളേജസ് അങ്ങനെയൊക്കെ ഇവൻ ഡെയിലി യൂസ് ചെയ്യാവുന്ന ടൈപ്പ് ആണിത്. ഇതിന്റെയൊക്കെ ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇത് വരുന്നത് സ്കേർട്സിന്റെ ഒക്കെ ഒരു ടോപ്സ് ആണ് വരുന്നത്. പല വെറൈറ്റി ടോപ്സും ഇവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഈവൻ നമുക്ക് ജീൻസിനോട് ഓപ്റ്റ് ചെയ്യാം കേട്ടോ. അതെ. പിന്നെ നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാഗിന്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ടെന്നത്. ഇപ്പൊ ഹാൻഡ് ബാഗ്സിന്റെ കളക്ഷൻസ് ആണ് നമ്മളിപ്പോ കാണുന്നത്. എസ്പെഷ്യലി നമുക്ക് പാർട്ടീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന. അതെ, ഇതാണ് ഒരു പാർട്ടി ചെയ്യാൻ പറ്റിയ ഒരു ബാഗാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. സോ പല രീതിയിലുള്ള ബാഗ്സും അവൈലബിൾ ആണ്. കോളേജ് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ബാഗ്സും, ഓഫീസ് യൂസ് ചെയ്യാനുള്ള ബാഗ്സും, പാർട്ടി യൂസ് ചെയ്യാനുള്ള ബാഗ്സും എല്ലാം അവൈലബിൾ ആയിട്ട് നമുക്കിവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പെർട്ടിക്കുലർ ബാഗ് ഞാൻ ഇവിടെ റിസപ്ഷനിൽ കണ്ടായിരുന്നു. നല്ലൊരു ഭംഗിയുള്ള ഒരു ബാഗായിരുന്നു. സോ അത് ഞാൻ നല്ലൊരു ഡിസൈനിങ് ചെയ്തിട്ട് അതാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. അല്ലാതെ നമുക്ക് ട്രാവൽ ബാഗ്സും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. വെറൈറ്റി ഒരു കളക്ഷൻ ആയിരുന്നു കേട്ടോ. സോ ഇത് നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു. ജീൻസ് കുറച്ചും കൂടെ അടുത്ത് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇത് നമുക്ക് കുറച്ച് ട്രൈ ഔട്ട്സ് ആണ് നമ്മൾ ചെയ്തിരുന്നത്. നമുക്ക് അതിന്റെ സൈസും നമ്മൾ ഇതൊക്കെ നോക്കാൻ വേണ്ടി ഒന്ന് ട്രൈ ഔട്ട് ചെയ്തായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ കൊറിയൻ ഡ്രസ്സ് ട്രൈ ചെയ്തിട്ടില്ല, അപ്പം ചുമ്മാ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാന്ന് കരുതി. ചേരാത്തത് ഉണ്ടായിരുന്നു, ബട്ട് നമുക്ക് എന്നാലും ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് സ്യൂട്ട് ആവുന്നത്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയത്. എസ്പെഷ്യലി പ്ലസ് സൈസ് ഉള്ളവർക്കൊക്കെ ചേരുന്നതൊക്കെ ഉണ്ട് ഡ്രസ്സുകൾ. നമ്മൾ ഇട്ട് നോക്കിയാലേ അറിയുള്ളൂ. സോ ഇത് വരുന്നത് കുറച്ച് മുതിർന്നവർക്കാണെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാതുള്ളവർക്കും യൂസ് ചെയ്യാം. ഞാൻ എല്ലാ പാറ്റേൺസും ഓപ്പൺ ചെയ്തില്ല. ഇതൊരു കോട്ട് പോലത്തെ ഒരു ടോപ്പാണ് വരുന്നത് കേട്ടോ. നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നേ. സോ ഇതിന്റെ ഉള്ളില് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണേണ്. എന്തോരം ഫുള്ള് ക്രൗഡഡ് ആയിട്ടുള്ള ഡ്രസ്സാണ്, ഇഷ്ടം പോലെ. ആക്ച്വലി അവിടെ കുറെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, അപ്പൊ നമുക്ക് എല്ലാം പോയിട്ടൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റണില്ലായിരുന്നു. നല്ല റഷ് ഉണ്ടായിരുന്നു അവിടെ. ഇത് കോംബോ ആണല്ലേ വരുന്നത്. ഇതും അത് തന്നെ കോട്ട് സെറ്റിന്റെ തന്നെ സെയിം. അതായത് നമുക്ക് ഡിഫറെന്റ് ആയിട്ടും എടുക്കാം കേട്ടോ. അതിന്റെ പല കളേഴ്സും നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നായിരുന്നു. ഒന്നും മിസ് ചെയ്യണ്ട. ഇത് വന്നിട്ട് അകത്തൊരു ക്രോപ്പ് ടോപ്പ് പിന്നെ ഒരു ലോങ് കോട്ടും പാന്റും കൂടിയാണ്. ഇത് മറ്റൊരു കോട്ട് സെറ്റ് ആണ്. ഇത് നേരത്തെ കാണിച്ചായിരുന്നു. ഞാൻ എടുക്കണോ വേണ്ടിയെന്ന് വീണ്ടും പോയിട്ട് നോക്കുക, സൈസ് തപ്പുക. ഇത് അടിപൊളി ഒരു പാർട്ടി വെയർ ആണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിരുന്നു. സൂപ്പറാണത്. ഇതൊരു സ്കേർട്ടും ഒരു ഇതുമായിരുന്നു, ടോപ്പും ആയിരുന്നു വരുന്നത് കേട്ടോ. ഇതൊരു ഫ്രോക്കാണ്. അതും ഒരു പാർട്ടി വെയർ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതെല്ലാം പിന്നെ അത് തന്നെ സെയിം അങ്ങനെ യൂസ് ചെയ്യാന്നുള്ള രീതിയിലാണ്. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.